ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അച്ഛന്റെ കേക്ക് മുറിക്കാനായിട്ട് അവർ രണ്ടുപേരുടെ ഇങ്ങനെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പം മാഷേ, വല്ലപ്പോഴും ഇങ്ങനൊരു ആഘോഷമൊക്കെ വേണ്ടേ? എങ്കിലല്ലേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തിരിക്കാനെങ്കിലും വേണ്ടേ? എന്നു മുതൽ അതിന്റെ ഭാര്യ ഫിലോസഫിയൊക്കെ പറയാൻ തുടങ്ങിയത്? ഒരു മാഷിന്റെ ഭാര്യയായിട്ടല്ല ജീവിക്കണത്. അപ്പൊ പിന്നെ ഞാൻ പറയുന്നതിനും തെറ്റൊന്നുമില്ലല്ലോ. വാ മാഷേ, ഒരു കുട്ടികളുടെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് മാഷിനെ നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ വേദ അടുത്ത് നിന്നിട്ട് എങ്ങനുണ്ട് എന്ന് ചോദിച്ചു. നീ എന്നെ പെടുത്തിയല്ലേടി എന്ന് നന്ദിനി. എന്താ രണ്ടുപേരുടെ? അല്ല, നന്ദിനി അടുത്ത് പറയായിരുന്നു കുറച്ചുകൂടി വലിയ കേക്ക് വാങ്ങായിരുന്നു എന്ന്. അതൊന്നും വേണ്ട, ഇത് തന്നെ അധികമാണ് എന്ന് പറഞ്ഞോണ്ട് അപ്പം അമ്മേ, എന്നാ പിന്നെ ഇത് കേക്ക് വാങ്ങി ഇനിയിപ്പൊ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ വിശ്വത്തിന്റെ വരവ്. ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നു അല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ വേഗം തന്നെ വിനായകൻ പറയാണ്, അല്ലെങ്കിലും ഈ വീട്ടിലെ തൊണ്ടഭാഗ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് വിശ്വേട്ടനല്ലേ. എവിടെ എങ്ങനെയാണെങ്കിലും കറക്റ്റ് അതിന്റെ സമയത്ത് വിശ്വേട്ടനോട് എത്തും. അത് നീ പറഞ്ഞത് വളരെ കറക്റ്റാ. എന്നാ പിന്നെ കേക്ക് മുറിക്കച്ചാ എന്ന് പറഞ്ഞു. കേക്ക് മുറിക്കാം. അപ്പം കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും വിക്രം വന്നു കേട്ടോ. വിക്രം എത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ കമല ഇങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോ, കമല, ഇപ്പം നീ അങ്ങോട്ടേക്ക് പോകുന്നോ അതോ ഇത് ചെയ്യുന്നോ? എന്താ ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിച്ചോ? എനിക്കത് വലിയ ഇഷ്ടം ഉണ്ടായിട്ടില്ല. പിന്നെ നിന്റെ മനസമാധാനത്തിന് വേണ്ടി മാത്രമാ ഞാനിത് ചെയ്യുന്നത്. ശരി, അപ്പം നമ്മുടെ വേദ പറയാണ്, അമ്മ ഇതിപ്പോ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരുടെ കേക്ക് അങ്ങ് മുറിച്ചു. കേക്ക് മുറിച്ച സമയത്ത് വിക്രം പുറത്തു വന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോ വേദ കേറി വാ എന്നുള്ള മട്ടിലിങ്ങനെ കാണിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്തു നിന്ന് പോട്ടോ കുറച്ചു നേരം, കുറെ നേരം ഇങ്ങനെ നിന്നു. ഈ സമയത്ത് കേക്ക് മുറിച്ചു. മാഷ് ഒരു കഷ്ണം എടുത്ത് നമ്മുടെ കമലയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ മാഷിന് ആ കേക്കൊന്ന് എന്താ പറയാ അമ്മയുടെ വായിലേക്കൊന്ന് വെച്ചു കൊടുത്താൽ എന്താ? അത് ഒരു സ്നേഹത്തിന്റെ ഭാഗമല്ലേ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? അതൊന്ന് എന്താ പറയാ, അത്ര ആത്മാഭിമാനത്തിന്റെ ആവശ്യമുണ്ടോ? ഒന്നുമില്ലെങ്കിലും സ്വന്തം ഭാര്യയല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ വേദ. അപ്പൊ ശ്രീജയോട് പറഞ്ഞു, ശ്രീജ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീജ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പൊ വിക്രം കുറച്ചു നേരം അവിടെ നിന്നു. ഈ സമയത്ത് നമ്മുടെ വിശ്വം കൊണ്ടുവന്ന് ദാ അച്ഛ അമ്മേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ ഈ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇതെന്താടാ? ഇത് അച്ഛനൊരു മുണ്ടും അമ്മയ്ക്കൊരു സെറ്റ് മുണ്ടുവാ എന്ന് പറഞ്ഞു. ഇതെവിടുന്ന നിനക്ക് പൈസ? നീ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണോ? അയ്യോ അല്ലച്ചാ, ഓഫീസിൽ നിന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയതാ. ഒരു ദിവസം ജോലി ചെയ്തപ്പോഴേ നിനക്ക് അഡ്വാൻസ് കിട്ടിയോ? അല്ല, അത് പിന്നെ അങ്ങനൊരു ഓഫീസില് ചിലപ്പോ അങ്ങനെ ചോദിച്ചാലൊക്കെ കിട്ടുന്നൊരു ഓഫീസാച്ചാ, അതുകൊണ്ട് വാങ്ങിയതാ. വാങ്ങിക്കും മാഷേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ഓരോ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ഈ സമയത്ത് പിന്നെ വരുന്നത് നമ്മുടെ വിക്രമാണ്. അപ്പൊ വിക്രം അകത്തേക്ക് കയറി വന്നിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ നേരെ ഈ ഡ്രസ്സ് 2 കവറിലുണ്ടായിരുന്നു അതിങ്ങനെ നീട്ടി. ഭയങ്കര സന്തോഷത്തോടെയാണ് കമൽ അത് വാങ്ങിയത്. വാങ്ങിയ സമയത്ത് മാഷ് അതങ്ങ് തട്ടി തെറിപ്പിക്കുകയാണ് കേട്ടോ. അതെ, ഈ ഡ്രസ്സും കൊണ്ട് ഇനി മേലിൽ മുന്നിൽ വന്നേക്കരുതെന്ന് ഞാൻ ഇവനോട് പറഞ്ഞതാ. വല്ലവരുടെയും ചോരക്കളിയുമായിട്ട് നടന്നിട്ട് ആ പൈസ കൊണ്ട് വാങ്ങിയ മുണ്ടെടുത്താല് ഒരിക്കലും ശരിക്കും പറഞ്ഞാല് ശാപം കിട്ടിയ പോലെ ജന്മമായി പോകും നമ്മള് കമല. അത് വേണ്ട എന്ന് പറഞ്ഞ് മാഷകത്തേക്ക് കയറിപ്പോയി. ഒന്നും മിണ്ടിയില്ല വിക്രം, ഒരക്ഷരം പോലും മിണ്ടിയില്ല. വിക്രം പതുക്കെ കുനിഞ്ഞിരുന്ന ഈ ഡ്രസ്സിന്റെ ഇതൊക്കെ എടുക്കാണ് കേട്ടോ. അപ്പോഴേക്കും കമല അടുത്ത് നിന്നിരുന്നു. വേദയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി. വിക്രം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് ചുമടെടുത്ത് അച്ഛനും അമ്മയ്ക്കും വേണ്ടി വാങ്ങിയതാണ്. അത് അവർ കണക്ക് കൂട്ടിയതേ ഇല്ല. അപ്പൊ ഇത് കണ്ടപ്പോ വേദ ആകെ വിഷമിച്ചു പോയി. വേദ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ കമല അടുത്തേക്ക് ചെന്നിട്ട് മോനെ എന്ന് വിളിച്ചു. അമ്മേ, ഇത് വിക്രം കൂലിത്തല്ലുണ്ടാക്കിയതൊന്നും വാങ്ങിയതല്ല അമ്മേ. വിക്രം ശരിക്കും പറഞ്ഞാൽ അധ്വാനിച്ച് ജോലി ചെയ്ത് വാങ്ങിയതാ, ആ പൈസ കൊണ്ട് വാങ്ങിയതാ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഇങ്ങനെ ഷർട്ട് മാറി. അപ്പോഴാണ് വിക്രത്തിന്റെ തോളില് മുറിഞ്ഞിരിക്കുന്ന പാട്. അപ്പൊ ചുമക്കുമ്പോ ആ ഒരു കൊളുത്തുണ്ടല്ലോ, ആ കൊളുത്ത് കൊണ്ടാണ് വിക്രത്തിന്റെ കൈ മുറിയണത്. അപ്പൊ ഈ കൈ മുറിഞ്ഞ സമയത്ത് വിക്രം അതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഇത് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഇതെങ്ങനെ ഉണ്ടായേ, ഇതെന്ത് പറ്റിയതാ എന്ന് ചോദിച്ചപ്പോ ചുമടെടുക്കുന്നതിനിടയ്ക്ക് അങ്ങനെ സംഭവിച്ചതാമേ ആ മുറിവ് പോലും എന്ന് പറഞ്ഞു. അപ്പൊ കമലയ്ക്ക് ഭയങ്കര സങ്കടമായി. കമല ഇങ്ങനെ ചേർത്തൊക്കെ പിടിച്ചു കേട്ടോ. പക്ഷേങ്കില് വിക്രം അതൊന്നും മിണ്ടാതെ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്തത്. സങ്കടം സഹിക്കാതെ കമല നേരെ വന്നു. ആ 2 ഡ്രസ്സും കമല കയ്യിലെടുത്തോണ്ടാണ് നേരെ മാഷിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. മാഷേ,
ഇത് നിങ്ങൾക്ക് വേണ്ടി അവൻ വാങ്ങിയ ഡ്രസ്സാണ്. ഇത് അവൻ കൂലിത്തല്ല് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഗുണ്ടാവേല ചെയ്തോ ഒന്നും ഉണ്ടാക്കിയതല്ല. അവൻ അധ്വാനിച്ച് 2 ദിവസത്തെ അവന്റെ അധ്വാനത്തിന്റെ ഫലത്തിൽ നിന്ന് അവൻ വാങ്ങിക്കൊണ്ട് വന്നതാ. മാഷിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം, അത് മാഷിന് ഇഷ്ടം. വേണമെങ്കിൽ മാഷിന് കത്തിച്ച് കളയാം, എന്ത് വേണമെങ്കിലും മാഷിന് ചെയ്യാം. പക്ഷേങ്കിൽ എനിക്ക് വാങ്ങിയത് ഞാൻ എടുക്കുക തന്നെ ചെയ്യും. അതിനെ മാഷ് എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ഉടുക്കും എന്ന് പറഞ്ഞ് മാഷിനുള്ള ഡ്രസ്സ് അവിടെ വച്ചിട്ട് കമല നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. അപ്പൊ മാഷ് കുറച്ചു നേരം ആകെ ഷോക്കായി പോയി അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ. അപ്പം ഒന്നും വേണ്ടിയില്ല കേട്ടോ മാഷ്. അതായത് ആ ഡ്രസ്സിൽ ഇങ്ങനെ നോക്കി ആള് കുറെ നേരം അങ്ങനെ ഇരുന്നു എന്ന് മാത്രം. അപ്പൊ വിക്രത്തിന്റെ റൂമിലേക്ക് വേദ ചെല്ലുകയാണ്. അപ്പൊ കയ്യില് ഒരു ഓയിൽമെന്റ് ഒക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. വിക്രം, ആ കൈയൊന്ന് കാണിക്കുവോ, ഞാൻ ഇത്തിരി മരുന്ന് പുരട്ടിത്തരാം. അപ്പം വേഗം തൊട്ടപ്പത്തനും തൊട്ടു പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കടിച്ച് നേരെ വേദയുടെ നേരെ. വിക്രം, നീ ഇത്ര ഷൗട്ട് ചെയ്യല്ലേ. സോറി വിക്രം, ഞാൻ ഇങ്ങനെ നടക്കൂന്ന് കരുതിയില്ല. ഇങ്ങനെ നടക്കൂന്ന് എനിക്കറിയാമായിരുന്നോ. എന്റെ അച്ഛൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെന്നറിഞ്ഞ എന്നോട് എന്താ പറയാ സങ്കടം സഹിക്കാതെ കെട്ടിപ്പിടിച്ച് അത് വാങ്ങി വെക്കൂന്നാണോ നീ കരുതിയത്? നേരത്തെ എനിക്കൊരു എന്താ പറയാ ഒരു ഇമേജ് അത് ചാർത്തി തന്നിട്ടുണ്ട് എല്ലാവരോടെ. ഇനി ഞാൻ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും ആ ഇമേജ് അത് മാറാനേ പോകുന്നില്ല എന്ന് വിക്രം പറയാണ്. അപ്പൊ വേദയ്ക്കും വിഷമായി. വിക്രം ഇത്രയും മാറിയിട്ട് ഇനി പെട്ടെന്ന് എന്ന് വെച്ച് ജീവിത അവസാനം മുഴുവൻ ആ പാതയിലൂടെ തന്നെ നടക്കാനായിട്ടാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചു. ചിലർക്ക് കൽപ്പിച്ച് കിട്ടിയ വഴിയിലൂടെ തന്നെ നടക്കാൻ പറ്റുമോ? മാറാൻ ശ്രമിച്ചാലും അതിനത് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അതൊരു തോന്നലും മാത്രമാണ് വിക്രം. അത് മാറാൻ പറ്റും. വിക്രം നേരാണ് വഴിയിലൂടെയാണ് സമ്പാദിച്ചതെന്ന് മാഷിന് അറിയാനുള്ളൊരു സമയം കൂടി അതുകൂടി നമ്മളെ കൊടുക്കണ്ടേ? മാഷിന് വിക്രമിന്റെ കാര്യത്തിൽ ഒരു മുൻവിധി ഉണ്ടായെങ്കിൽ അതെങ്ങനെയാ ഉണ്ടായതെന്ന് വിക്രമും ഒന്ന് മനസ്സിലാക്കണ്ടേ? എത്രയോ കാലമായി മാഷ് വിക്രമിന്റെ ജീവിതം പ്രതി എത്രയോ വിഷമം സഹിക്കുന്നു. ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അങ്ങനെ ഒരാള് പെട്ടെന്ന് നിങ്ങൾ മാറി എന്ന് വിചാരിച്ച് അനുകൂലമായിട്ട് പ്രതികരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? നീ വീണ്ടും പ്രചോദനം തരാൻ വന്നതാ? അങ്ങനെ ഒരാള് വിചാരിച്ച നിങ്ങൾ നേരെയാവൂന്ന് നിങ്ങളുടെ അമ്മ പോലും വിചാരിക്കണില്ല. പിന്നെയല്ലേ ഞാൻ എന്ന് ചോദിച്ചു. ഞാൻ വന്നതേ നിങ്ങളുടെ മുറിവിൽ മരുന്ന് വരട്ടാനാ. അതല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? കയ്യിലെ മുറിവിൽ മാത്രമല്ല പിന്നെ എന്ന് ചോദിച്ചു. ആ പറയാം, അതിനു മുൻപ് ആ കയ്യൊന്നിങ്ങി താ എന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞുള്ള വാശി പിടിച്ച് നിൽക്കാണ്. വേദ പതുക്കെ അടുത്ത് ചെന്നു. എന്നിട്ട് ഷർട്ടിനെ മാറ്റിയിട്ട് ഞാൻ നിർബന്ധിച്ചിട്ട് പോയി, പണിയെടുത്തുണ്ടായ മുറിവല്ലേ, ആ ഉത്തരവാദിത്തമാണെന്ന് കൂട്ടിയാ മതി. കാണിക്കെന്റെ വിക്രമ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ തന്നെ പറഞ്ഞു. അവസാനം വിക്രം കൈയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പം മനസ്സോടെ ആണെങ്കിലും അപ്പൊ വേദ ആ മുറിവിലൊക്കെ മരുന്ന് തൂത്തു കൊടുക്കുക. ഷോ നീർന്നു എന്ന് പറഞ്ഞു. സാരല്ല കേട്ടോ, പെട്ടെന്ന് ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞ് ആ മരുന്നൊക്കെ തൂത്തു കൊടുത്തപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും ആരെങ്കിലും ഉണ്ടല്ലോ തനിക്ക് വേണ്ടി കരുതാൻ. ആരും ഇല്ലാതായിരുന്നിട്ടും തന്റെ ഭാര്യ മാത്രമല്ലേ ഉണ്ടായുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരിക്കും വിക്രത്തിന്റെ മനസ്സില്. എന്തോ ഒരു നിഷ്കളങ്കമായി വിക്രം വേദ ഇങ്ങനെ നോക്കുക. എന്താ എന്നെ കണ്ടിട്ടില്ലാത്ത പോലെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതൊക്കെ തൂത്തു കൊടുത്ത ശേഷം, അതെ ഇന്ന് നിങ്ങള് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഇന്ന് ആ വസ്ത്രം എടുത്തെറിഞ്ഞപ്പോ നിങ്ങളുടെ കണ്ണുകളിലെ വേദന അത് ഞാൻ കണ്ടു. നിങ്ങളുടെ മനസ്സ് എത്രമാത്രം മുറിഞ്ഞു എന്ന് എനിക്കപ്പോ ഊഹിക്കാൻ പറ്റുമായിരുന്നു വിക്രം എന്ന് പറഞ്ഞു. ആ സമയം നിങ്ങളുടെ അമ്മ വന്ന് ചേർത്ത് പിടിച്ചപ്പോ അപ്പോ നിങ്ങൾ കരഞ്ഞു പോയത് ആ മുറിവിന്റെ വേദന കൊണ്ടൊന്നും മാത്രമൊന്നും അല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ആ വേദനയിലും ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം കൊണ്ടുകൂടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടുന്നില്ല. താങ്ങി നിൽക്കാൻ ഒരത്താണി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാലേ മനുഷ്യർക്ക് ഉള്ളു തുറന്നൊന്ന് കരയാനെങ്കിലും സാധിക്കൂ. അപ്പോഴേ ആ മനസ്സിന്റെ ആ ഉള്ളിന്റെ ആളല് അതൊന്ന് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിന് ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും, മറ്റു സുഹൃത്തുക്കളുണ്ടായിരിക്കും, മറ്റുള്ളവരുണ്ടായിരിക്കും. പക്ഷെ അച്ഛന്റെ കാര്യം നിങ്ങളൊന്ന് ഓർത്തേ. ആരോട് പറയും, ആരോട് പരാതി പറയും? ആരോടും പറയാനില്ലാതെ സ്വന്തം ഭാര്യയുടെ തോളിൽ പോലും ചാഞ്ഞു നിന്ന് കരയാൻ ആ മനുഷ്യന്റെ അഭിമാനം അദ്ദേഹത്തെ ചിലപ്പോ സമ്മതിച്ചു എന്ന് വരില്ല. അങ്ങനെ ഒരാളുടെ ദയനീയതയെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വിക്രം? പറ, ഉണ്ടോ? ഒരിക്കലും ഉണങ്ങാത്ത ആ മനസ്സിന്റെ മുറിവ് നൽകുന്ന വേദന എത്രയായിരിക്കുമെന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇനി പറ,
ഇത്രയും കാലം ആ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ നിങ്ങളുണ്ടാക്കിയ ആ വേദന ഉണ്ടല്ലോ, അതുണക്കാനും ആ വേദന മാറ്റാനും നിങ്ങളുടെ കയ്യിൽ എന്ത് മരുന്നാ ഉള്ളത് പറയ എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിക്രത്തിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. വിക്രം വേഗം ഫോൺ നോക്കി, എന്നിട്ട് ഷർട്ട് എടുത്തിട്ടിട്ട് ബൈക്കെടുത്ത് അങ്ങ് പോവാണ്. വിക്രം എവിടേക്കാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ എന്ന് വേദ പറഞ്ഞെങ്കിലും ആള് ഒന്നും ശ്രദ്ധിച്ചില്ല. നേരെ വണ്ടി എടുത്ത് നേരെ അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ കുറേ ദൂരം ചെന്നു. ഈ വേദ പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സ് നിറച്ചുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അപ്പം വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയല്ലോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഷോക്കായിട്ടാണ് പോണത്. ആൾക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് വന്നിട്ട് ഒച്ചയ്ക്ക് ബഹളം വച്ച് അവിടെ നിന്ന് കരയാണ് നമ്മുടെ വിക്രം. വിക്രത്തിന് അത്രയും ടെൻഷൻ പ്രഷർ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. എന്നിട്ട് ആള് വളരെ കൂളാവുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ആ മനസ്സിന്റെ സങ്കടമൊക്കെ തീർന്നു വിക്രത്തിൻ്റെത്. പിന്നെ കാണുന്നത് കമല പറഞ്ഞ ആ ഒരു കാര്യമാണ് മാഷിന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. മാഷ് വേഗം തന്നെ ആ ഷർട്ടും ആ ഡ്രസ്സും നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ ആളെ എഴുന്നേറ്റ് വന്നിട്ട് ഈ ഷർട്ട് എടുത്ത് പതുക്കെ അഴിച്ചു നോക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. കാരണം മോൻ ഉണ്ടാക്കി തന്നതാണല്ലോ. അഭിമാനം അതൊട്ട് സമ്മതിക്കുന്നതുമില്ല എല്ലാവരുടെയും മുൻപിൽ കാണിക്കാൻ. എന്നിട്ട് വേഗം തന്നെ മാഷ് അതെടുത്ത് ഷർട്ട് എടുത്ത് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെ വെച്ച് നോക്കി. ഇത് വേദ കണ്ടു കേട്ടോ, ഈ വെച്ച് നോക്കുന്നതൊക്കെ. അതിനുശേഷം അത് ഇട്ട് നോക്കുകയാണ്. ഇട്ട് നോക്കിയപ്പോഴാണ് വേദ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മാഷ് വേഗം തന്നെ വേദ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടു എന്ന് തോന്നുന്നു. വേഗം തന്നെ ആരും വരുന്നതിന് മുൻപ് ഷർട്ട് ഊരി ആ പാക്കറ്റിലാക്കി നേരെ അതിനകത്തേക്ക് തന്നെ വെക്കുകയാണ്. അപ്പൊ കമലയോട് ചെന്നിട്ട് പറഞ്ഞു, അതേ മാഷ് വിളിക്കുന്നുണ്ട്. എന്നെയോ എന്ന് ചോദിച്ചു. എന്താ മാഷെ എന്ന് ചോദിച്ചു. കമല റൂമിലേക്ക് വരുമ്പോ പഴയപടി തന്നെ ആ കവറില് ഇതൊക്കെ സാധനമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കമല വന്നു. എന്നെ വിളിച്ചിരുന്നോ? ഞാനോ? ഞാൻ വിളിച്ചില്ല. ഓക്കെ എന്ന് പറഞ്ഞ കമല നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പക്ഷെ കമലയ്ക്ക് എന്തോ സൂചന പോലെ ആ കവർക്ക് ഇറങ്ങിയിട്ടുണ്ട്, മാഷ് നോക്കിയിട്ടുണ്ട് എന്ന് കമലയ്ക്ക് മനസ്സിലായി. മാഷ് വേഗം തന്നെ അതെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് അങ്ങ് പോവാണ് കേട്ടോ. മാഷിന്റെ ആ ഇരിപ്പ്. പിന്നെ അതിനുശേഷം മാഷ് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. എന്നിട്ട് ആളുടെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത്രയും ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും ആൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.